നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്കൊക്കെ 30 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മാനസികവും ശാരീരികവുമായിട്ടുള്ള കുറച്ചധികം ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങും. ഇപ്പോൾ നമ്മളൊക്കെ ട്രോളിലൊക്കെ കണ്ടിട്ടുണ്ട്, അതായത് 90s കിഡ്സ്, ലേറ്റ് 80s കിഡ്സിനൊക്കെ കിഡെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഇപ്പോൾ കുറേ ബുദ്ധിമുട്ടുകൾ നമുക്ക് വരാം. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് സ്ത്രീകളുടെ കാര്യം എടുക്കാം. സ്ത്രീകളുടെ കാര്യം എന്ന് പറയുമ്പോൾ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസിലൂടെ കടന്നു പോകുന്ന കുറച്ച് ആൾക്കാരാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ സ്ത്രീകളുടെ ഒരു പ്രത്യേകത, പണ്ട് കാലത്തൊക്കെ കുറച്ച് നല്ല മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 18-19 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കല്യാണം കഴിഞ്ഞ് ഒരു 22-23 വയസ്സിനകത്ത് 2 കുട്ടികളും കാര്യങ്ങളൊക്കെ ആയി ലൈഫ് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകും. കുറച്ചും കൂടെ അടുത്തൊരു ഇതിലേക്ക് വന്നപ്പോൾ ഒരു 22-23 വയസ്സിൽ കല്യാണം കഴിഞ്ഞ് 25-26 കുട്ടികളുടെ അങ്ങനെ ആ ഒരു രീതിയിൽ പോകും. ഇപ്പോൾ വീണ്ടും ബാക്കിലേക്ക് വരുമ്പോഴത്തെ ഒരു 30s മിക്കവാറും എല്ലാവരും മാരേജ് പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ കുട്ടികളുടെ വളർച്ച, ജോലി, അത്തരത്തിലുള്ള ഒരുപാട് സ്ട്രെസ്സിലൂടെ, പണ്ട് നമ്മൾ വീട്ടിൽ മാത്രം ഇരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാം മൾട്ടി ടാസ്കിങ് ആണ് പ്രത്യേകിച്ച് സ്ത്രീകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമല്ല, മാനസികമായിട്ടും പല സപ്പോർട്ടും നമുക്ക് വേണ്ടി വരും. പക്ഷെ പലപ്പോഴും ഇത് തിരിച്ചറിയുന്നില്ല. ഇപ്പോൾ നമ്മളൊരു മധ്യവയസ്കരായ സ്ത്രീകൾ, അല്ലെങ്കിൽ 40s നിന്ന് 50s 60s ആ ഒരു റേഞ്ചിലുള്ള സ്ത്രീകളുടെ മാനസിക ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അവരുടെ ഒരു മൈൻഡ് സെറ്റിനെ കുറിച്ച്, മെനോപോസൽ സ്റ്റേജിലൊക്കെ ഉള്ള ഒരു മൈൻഡ് സെറ്റിനെ കുറിച്ച് വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേര് നമ്മളെ മെസ്സേജിലൂടെയും അല്ലാതെയും ഒക്കെ നേരിട്ട് കാണുമ്പോഴൊക്കെ പറയും, ഇത് ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ ഇത് എങ്ങനെയാണ് പറയുന്നത്, കാരണം ഞാൻ അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇത് ആർക്കും മനസ്സിലാവുന്നില്ല, നമുക്ക് മാത്രം മനസ്സിലാവുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഏജ് ഗ്രൂപ്പിൻ്റെയും കൂടെ എനിക്ക് ഇടണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു ഏജ് ഗ്രൂപ്പിനെ ഞാൻ സെലക്ട് ചെയ്തത്. പ്രത്യേകിച്ച് വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളതും വളരെയധികം ആശയക്കുഴപ്പങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതുമായിട്ടുള്ള ഒരു ഫേസാണ് 30കൾ മുതൽ 40കൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു മാരിറ്റൽ ലൈഫിലേക്ക് പലരും ഈ ഒരു കാലഘട്ടത്തിൽ കടക്കുന്ന ഒരു സമയമാണ് ഈ 30കൾ എന്ന് പറയുന്നത്. 30 നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ലേറ്റ് 20s, അതായത് 27-28 കഴിഞ്ഞ് 30കളിലേക്ക് വരുമ്പോൾ കുഞ്ഞുങ്ങൾ കാര്യങ്ങൾ അത്തരത്തിൽ വരും. അതിൻ്റെ കൂടെ മിക്കവാറും എല്ലാവർക്കും ഇപ്പോൾ ജോലി ഇല്ലാത്തവർ വളരെ കുറവാണ്. അപ്പോൾ ജോലിയുണ്ട്, വീട്ടിലെ ജോലി, അതുപോലെ കുട്ടികളുടെ കാര്യം, വീട്ടിലെ മറ്റ് കാര്യങ്ങളുടെ സ്ട്രെസ്സ്, ഇതെല്ലാം നമ്മളൊരു മൾട്ടി ടാസ്കിങ് എന്നുള്ള രീതിയിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നൊരു സമയമാണ് ഈ 30കൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴത്തെ ഒരു ഭക്ഷണശീലം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. വിശക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കും. ഇപ്പോൾ രാവിലെ മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് മിക്കവാറും ആൾക്കാർ ഓടി നടന്നാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒന്ന് കഴിച്ചില്ല എന്ന് വരുത്തി തീർക്കും. ഒരു സോളിഡ് ഫുഡ് എന്നുള്ള രീതിയിൽ അങ്ങനെ വലിയൊരു ന്യൂട്രീഷ്യസ് ഫുഡ് എടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും കാര്യമില്ല, മിക്കവാറും ഒരു ഭൂരിഭാഗം പേരും പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യം വളരെ പ്രധാനമാണ്. എല്ലാവരും പറയും എനിക്ക് ജോലിയുടെ ഭയങ്കര തിരക്കാണ്, എനിക്ക് സമയം കിട്ടുന്നില്ലെന്ന് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇത് പോകെ 30കളുടെ തുടക്കത്തിൽ ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കില്ല. പക്ഷെ ഒരു 35 വയസ്സ് കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നമുക്ക് മനസ്സിലാവും നമ്മൾ പ്രായമാകുന്നതിൻ്റെ പല സൈൻസും നമുക്ക് വന്നു തുടങ്ങും. ആദ്യം വരുന്നത് മുടികൊഴിച്ചിലാണ്. അത് ഇപ്പം എല്ലാവർക്കും മുടികൊഴിച്ചിലുണ്ട്, കുട്ടികൾക്കുൾപ്പെടെ മുടികൊഴിച്ചിലുണ്ടെങ്കിലും 30കൾ കഴിഞ്ഞ് 35 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് നല്ല മുടിയുള്ളവരും കംപ്ലയിൻറ്റ് ചെയ്യുന്നത്, ഇതുവരെ പൊഴിയാത്ത ആൾക്കാരും പറയുന്നത് പെട്ടെന്ന് മുടി പൊഴിയുന്നു, മുടി ഭയങ്കര തിന്നാവുന്നു, നര ഓഫ് കോഴ്സ് വരും. ഇന്നത്തെ കാലത്ത് നര വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ പോലും ഒരുപാട് പേര് 40കൾ നരയ്ക്കുമ്പോൾ തന്നെ ചോദിക്കുന്നു, അയ്യോ എൻ്റെ 40 വയസ്സായതുപോലെ എൻ്റെ അമ്മയ്ക്കൊന്നും നരയില്ല, പക്ഷെ ഞാൻ ഇപ്പോഴേ നരച്ചു തുടങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ 15-16 വയസ്സ് കഴിയുമ്പോഴേ നര തുടങ്ങുന്നുണ്ട്, അത് വേറൊരു കാര്യം. അപ്പോൾ ഈ നരയുടെ വരവെന്ന് പറയുമ്പം അതും നമുക്ക് നോക്കുമ്പോൾ മുഖത്ത് ചുളിവ് വീണു, നര വന്നു, നമുക്ക് വയറ് ചാടി, അല്ലെങ്കിൽ വണ്ണം വയ്ക്കുന്നു, എത്ര ഡയറ്റ് ചെയ്തിട്ടും വണ്ണം കുറയുന്നില്ല, പിന്നെ പറ്റുന്ന അംഗീകാരങ്ങൾ കിട്ടുന്നില്ല, കുട്ടികൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാടൊരു ഫേസിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണിത്. അപ്പോൾ പ്രത്യേകിച്ച് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പോൾ ഇതിനെല്ലാം നമ്മൾ ടാക്കിൾ ചെയ്യാനും മാനേജ് ചെയ്യാനും നമുക്ക് എനർജി വേണം. അപ്പോൾ എന്ത് സംഭവിച്ചാലും ഏത് സംഭവിച്ചാലും നമ്മുടെ ഫുഡിൻ്റെ ക്വാളിറ്റി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിരന്തരം ഒരു ശ്രദ്ധ വേണം. അത് നമ്മളെ സ്നേഹിക്കുക എന്ന് പറയും. ശരിക്കും ഒരു 40കളിലാണ് മിക്കവാറും നമ്മളെ പലരും സ്നേഹിക്കാൻ തുടങ്ങുന്നത്. കാരണം ഈ കുട്ടികളുടെ കാര്യങ്ങളും ഇതെല്ലാം ഒന്ന് ശരിയായ രീതിയിൽ പഠിത്തവും കാര്യങ്ങളും അവരൊക്കെ കുറച്ചൊന്ന് സെറ്റിൽഡ് ആൻഡ് പ്ലേസ്ഡ് ആകുമ്പോഴത്തേക്ക് സമയം കിട്ടുമെന്ന് പറയും. പക്ഷേ ഇപ്പോഴേ ഇത് തുടങ്ങിയാലേ പറ്റൂ. കാരണം ചിലരെങ്കിലും കാലുവേദന, മുട്ടുവേദന, നടുവേദന ഇതൊക്കെ കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം പ്രോപ്പറായിട്ട് കാൽഷ്യം
ലെവൽ കറക്റ്റ് ആണോ നോക്കുക, അതുപോലെ വൈറ്റമിൻ ഡിയുടെ ലെവൽ കറക്റ്റ് ആണോ നോക്കുക, ഹീമോഗ്ലോബിൻ കറക്റ്റ് ആണോ നോക്കുക. ഇത് മൂന്നും ബേസിക് സാധനങ്ങളാണ്. ഇത് മൂന്നും നമ്മൾ ചെക്ക് ചെയ്യുക. അതുപോലെ കൊളസ്ട്രോളിൻ്റെ ലെവൽ, കൊളസ്ട്രോളിനകത്ത് നമുക്ക് ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ HDL ആണ് കൂടുതൽ വേണ്ടത്. മിക്കവാറും ആൾക്കാർക്ക് ബാഡ് കൊളസ്ട്രോൾ കൂടുതലും ഗുഡ് കൊളസ്ട്രോൾ കുറവാണ്. അപ്പോൾ അതിനെ മാനേജ് ചെയ്യാനായിട്ട് ഒരു പ്രോപ്പർ എക്സസൈസും അതുപോലെ തന്നെ ഒരു വെള്ളം കുടിക്കുന്നതായാലും സ്ട്രെസ്സിൻ്റെ സ്ട്രെസ് ലെവൽ കൂടുമ്പോഴത്തേക്ക് കോർട്ടിസോൾ ലെവൽ കൂടും. അപ്പോൾ നമുക്ക് വയറും വണ്ണവും ഒക്കെ നമ്മളൊന്നും കഴിച്ചില്ലെങ്കിലും വരും. അപ്പോൾ തന്നെ മാനസികമായിട്ട് ബുദ്ധിമുട്ട് വരും. ഞാൻ ഒന്നും കഴിക്കുന്നില്ല പക്ഷേ എനിക്ക് വണ്ണം വയ്ക്കുന്നു, എനിക്കത് ഭയങ്കര പ്രശ്നമാണെന്ന് മിക്കവാറും ആൾക്കാർ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഏതൊക്കെ സംഭവിച്ചാലും ആഹാരം കഴിക്കുക എന്നുള്ളതൊരു പ്രയോറിറ്റി ആക്കുക. ഒരു 2 ലിറ്റർ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. ഇനി അതിനടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീ ടൈം, അതായത് നമുക്ക് വേണ്ടി മാത്രം എന്നുള്ള ഒരു സമയമുണ്ട്. മിക്കവാറും ആൾക്കാർ മീ ടൈം എന്ന് പറയുന്നത് എപ്പോഴാണെന്നറിയോ? എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട്, വീട്ടിലുള്ള ഹസ്ബൻഡായാലും മക്കളായാലും അല്ല എല്ലാം ഒന്ന് സെറ്റിലാക്കിയിട്ട് ആ കിട്ടുന്ന ഒരു ചിലപ്പോൾ ഒരു 11:30 കഴിഞ്ഞിട്ടായിരിക്കും, 12 മണിക്കൊക്കെ ആയിരിക്കും. ഈ ഒരു സമയം കിട്ടുന്ന ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഒക്കെ ആയിരിക്കും മീ ടൈം എന്നുള്ള രീതിയിൽ ഇഫക്റ്റീവായിട്ട് അവർ ചിലവഴിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് വീണ്ടും നമ്മളെ ഒരു എന്താ പറയുക, വീണ്ടും നമ്മളെ ടയേർഡാക്കേ ഉള്ളൂ. അതൊരു മീ ടൈം എന്ന് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ചെറിയ രീതിയിൽ കിട്ടുമെങ്കിലും ആ ഒരു സമയം മാക്സിമം ഉറങ്ങാനായിട്ട് നോക്കുക. അല്ലാത്ത ഏതെങ്കിലും ഒരു സമയം നമ്മൾ ബോധപൂർവം നമ്മൾ കണ്ടുപിടിക്കുക. ചിലർക്കൊരു ഗിൽറ്റാണ്. നമ്മൾ അങ്ങനെ ഗിൽറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, മനസ്സിനൊരു വിഷമം വരും. അയ്യോ ഞാൻ അങ്ങനെ എനിക്ക് വേണ്ടി മാത്രമെന്ന് സ്വാർത്ഥമായി ചിന്തിക്കുന്നു. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. കാരണം ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾ തീർച്ചയായിട്ടും കൃത്യമായി ചെയ്യുന്നുണ്ടാവും. അത് മക്കളായാലും ഹസ്ബൻഡായാലും വീട്ടിലുള്ള ഓരോരുത്തരും. ഞാൻ നോക്കിയിട്ട് വീട്ടിലെ സ്ത്രീകൾ മാത്രമാണ് അത്തരത്തിലൊരു കോൺഷ്യസ് എഫേർട്ട് എടുക്കാത്തത്. ഇപ്പോൾ കുറച്ച് പേരൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും. അപ്പം നമുക്ക് റിക്രിയേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ പടം വരയ്ക്കുന്നതായിരിക്കാം, പാട്ട് പാടുന്നതായിരിക്കാം, ഡാൻസ് ചെയ്യുന്നതായിരിക്കും, ഇതെല്ലാം നമ്മൾ അതിന് വേണ്ട ഒരു സമയം കണ്ടെത്തി നമ്മൾ ചെയ്യുക. ഇനി ഇതൊന്നും ചെയ്തില്ലെങ്കിലും ദിവസം ഒരു 15 മിനിറ്റ് എങ്കിലും മിനിമം നമ്മൾ എവിടെയെങ്കിലും പോയിരുന്ന് നമുക്ക് സ്വസ്ഥമായി ഇരിക്കാൻ പറ്റണം. ആ സമയത്ത് ഫോണോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കും എന്നുള്ളതോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തില്ല എന്നുള്ളൊരു മനസ്സലട്ടലോടെ പോയിരിക്കരുത്. അങ്ങനെ എവിടെയെങ്കിലും പോയിരുന്ന് നമ്മളൊരു 15 മിനിറ്റ് വളരെ സ്വസ്ഥമായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ലൈഫിലെ റിഗ്രറ്റ്സിനെ പറ്റി ഒന്നും ആലോചിക്കില്ല. അതായത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു, ഞാൻ ഇങ്ങനെയായിരുന്നു, എന്ത് ചെയ്യും, അങ്ങനെ അതൊന്നും വ്യാകുലതകളെ പറ്റി ആലോചിക്കാനല്ല. അല്ലാതെ കുറച്ച് നേരം ഒന്നും ആലോചിക്കാതെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പകുതിയിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ നമുക്ക് മാറിക്കിട്ടും. പിന്നെ അനാവശ്യമായിട്ടുള്ള ചിന്തകളും, ലൈഫിൽ സെറ്റിലായില്ല, ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ കുറേ പേര് ചിന്തിക്കുന്നവർ എനിക്കറിയാം. പ്രൊഫഷനിൽ എൻ്റെ കൂടെ ഉള്ളവരെല്ലാം ഇപ്പം വലിയ ഹയർ പോസ്റ്റിലായി, ഞാൻ പക്ഷേ ഇങ്ങനെയായി, അല്ലെങ്കിൽ ഞാൻ ഈ പ്രൊഫഷൻ തിരഞ്ഞെടുത്തെങ്കിൽ നന്നായിരുന്നു. ഇങ്ങനത്തെ ഉള്ള കുറേ റിഗ്രറ്റ്സിൻ്റെ ഒരു കാലഘട്ടം കൂടിയാണ് ഈ 30 എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ട്. പക്ഷേ പുരുഷന്മാരിൽ അത് വളരെ സ്ഥായിയായി നിൽക്കാറില്ല. അതായത് അവർ ജസ്റ്റ് ഇത് ചെയ്യും, അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യും, അങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷേ സ്ത്രീകൾ മിക്കവാറും ഇതിങ്ങനെ അലട്ടി കൊണ്ട് നടക്കുന്ന ഒരു രീതി ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും നമുക്ക് ബോധപൂർവ്വം നമ്മൾ ഒഴിവാക്കുക. കാരണം നമുക്ക് നമ്മുടെ എഫേർട്ടിനുള്ള ഒരു എന്താ പറയുക, ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രൈസ് നമുക്ക് എപ്പോഴായാലും അത് ഏത് ഏജിലായാലും നമുക്ക് കിട്ടിയിരിക്കും. നമ്മളത് ഫോക്കസ് ചെയ്യുക. നമ്മുടെ ഹെൽത്ത് നമുക്ക് പ്രധാനമാണ്. അത് മെൻ്റലായാലും ഫിസിക്കൽ ഹെൽത്ത് ആയാലും രണ്ടും നമുക്ക് പ്രധാനമാണ്. അതുപോലെ നമ്മുടെ ആരോഗ്യവും ഹെൽത്ത് ചെക്കപ്പും ഒക്കെ ചെയ്യുക. 40കളോട് അടുക്കുന്ന സമയത്ത് നമുക്ക് പല രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും വരാം. ഞാൻ നേരത്തെ പറഞ്ഞ കാൽഷ്യത്തിൻ്റെയും വൈറ്റമിൻ ഡിയുടെയൊക്കെ അളവ് നോക്കുക, പ്രോപ്പർ ഒരു എക്സസൈസ് നമ്മൾ ഫോളോ ചെയ്യുക, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് എടുക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോട്ടീൻ കാരണം മസിൽ ലോസ് ഒക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട് നമുക്ക് ഈ ഒരു ഏജ് കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ അത് ചെയ്യുക. അതുപോലെ വെയിറ്റ് ട്രെയിനിങ് പോലുള്ളത്, വെയിറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഭാരമെടുത്ത് അങ്ങനെ വർക്കൗട്ട് ചെയ്യുക, അങ്ങനെയല്ല. ഇതിന് വേണ്ടിയിട്ട്, അതായത് നമുക്ക് ബോൺ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാനും കാൽഷ്യം ലോസ് തടയാനും ഒക്കെ, പോറോസിറ്റി ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത്തരത്തിൽ സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് പറയും. അത് നമുക്ക് ആവശ്യമാണ് നമുക്കൊരു ഏജ് കഴിഞ്ഞാൽ. അത് മസിൽ ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ ബോഡി ബിൽഡർ ആവാനോ അങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്ക് നല്ല ഏതെങ്കിലും ഇൻസ്ട്രക്ടറുടെ അടുത്ത് പോവാം. അത്തരത്തിലൊരു ഇൻസ്ട്രക്ഷൻ എടുത്തിട്ട് നമുക്ക് അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ വളരെ നല്ലതായിരിക്കും. അത് നമ്മുടെ മനസ്സിൻ്റെയും കൂടെ ഒരു ഗതി തീർച്ചയായിട്ടും മാറ്റിയെടുക്കും. അപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു സമയം എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് 30കളെ കാണാം. ഇന്ന് ഞാൻ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്.